ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ് അർജുൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ. ഫൈനലി ഇറ്റ്സ് ഡൺ. അപ്പോൾ ഞാനിത് ചെയ്യാനായിട്ട് ചൂസ് ചെയ്ത സെലോൺ എന്ന് പറയുന്നത് കൊച്ചി പനമ്പള്ളി നഗരമുള്ള സെലോൺ സെൻട്രിക് ആണ്. ഇതിന് മുന്നേ ഞാനവിടെ ഹെയർ സ്പാക്കൊക്കെ വേണ്ടി പോയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഹെയർ വാഷ് ചെയ്ത് ഷാംപൂ ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം ഹെയർ കളറിംഗ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ഹെയർ കളറിങ്ങിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് സെലക്ട് ചെയ്തത്. ഹൈലൈറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഹെയർ കളറിങ് എനിക്ക് ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കളറിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ബൊട്ടോക്സ് എന്നുള്ള പ്ലാനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ കൺസൾട്ട് ചെയ്തപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പിന്നെ കളറിങ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് ഇതിൻ്റെ കൂടെ നിന്ന് കളറിങ്ങും കൂടി ഇരുന്നോട്ടെ. അധികമൊന്നുമില്ല, ഒരു 15 സ്ട്രാൻഡ്സ് മാത്രമാണ് കളർ ചെയ്യുന്നുള്ളൂ. മുന്നേ കളർ ചെയ്തിട്ടുണ്ട് 2 ഇയേഴ്സ് മുന്നേ ട്രിവാൻഡ്രത്ത് വെച്ച് ഫെയർ എന്ന് പറഞ്ഞ സലോണിൽ. അത് 2 ഇയേഴ്സ് മുൻപാണ്. അപ്പോൾ അതിനുശേഷം ഹെയർ കളർ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര ഡ്രൈ ഫ്രിസി ആവും. ഓൾറെഡി എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്, ലൈക്ക് ചകിരി പോലെ ഇരിക്കുന്ന മുടിയാണ് എൻ്റെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ എന്തായാലും നാനോപ്ലാസ്റ്റിയുടെ കൂടെ എന്നാൽ പിന്നെ കളറിങ് കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചു. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു 15 സ്ട്രാൻഡ്സേ കളർ ചെയ്യുന്നുള്ളൂ, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ കൊച്ചിയിലുള്ള സലോണാണ്. സലോണിൻ്റെ പേര് ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനതിൽ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഹെയർ കളറിങ്ങിന് ശേഷം വീണ്ടും അവർ ഹെയർ ഷാംപൂ വാഷൊക്കെ ചെയ്തു. ഇനി നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നാനോപ്ലാസ്റ്റി സെലക്ട് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എൻ്റെ ഹെയർ മാനേജബിൾ ആക്കാനാണ്. എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസിയും അതുപോലെ നമുക്ക് തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ നാനോപ്ലാസ്റ്റി ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒരു സ്മൂത്ത് ലുക്കും കിട്ടും, അതുപോലെ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. അങ്ങനെ അവർ ഹെയർ ഡ്രൈ ചെയ്തതിന് ശേഷം നാനോപ്ലാസ്റ്റിയുടെ ക്രീം അപ്ലൈ ചെയ്തു. ഓരോ സ്ട്രാൻഡ് ബൈ സ്ട്രാൻഡാണ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം അവർ റാപ്പ് യൂസ് ചെയ്തിട്ട് ഫുൾ ഹെഡും ഹെയറും റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 അവർ അങ്ങനെ തന്നെ ഇരിക്കണം. അതിന് ശേഷമാണ് പിന്നീട് ഹെയർ വാഷ് ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ തന്നെ ബൊട്ടോക്സ് ഓർ നാനോപ്ലാസ്റ്റി എന്നുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് അവർ തന്നെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് നാനോപ്ലാസ്റ്റിയ വുഡ് ബി ബെറ്റർ. കാരണം എൻ്റെ ഹെയർ ടൈപ്പിനെ എനിക്ക് കുറച്ചൊരു മാനേജ് ചെയ്യാനും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എമിനോ ആസിഡ്സ് പ്രോട്ടീൻ എല്ലാം നാനോപ്ലാസ്റ്റിയിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ നല്ല ഒരു ട്രീറ്റ്മെൻറ്റും നല്ല രീതിയിലൊരു നമുക്ക് ഹെയർ മാനേജ് ചെയ്യാനും നിങ്ങൾ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നാനോപ്ലാസ്റ്റി ഈസ് ഗുഡ് ഓപ്ഷൻ ആൻഡ് സെലോൺ സെൻട്രിക് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ കൊച്ചി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നാനോപ്ലാസ്റ്റിയുടെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്ത് അയേണിംഗ് ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അയേണിംഗ് എന്ന് പറയുന്ന ഒരു കുറച്ചൊരു ലെങ്തി സ്റ്റെപ്പാണ് കേട്ടോ. കാരണം ഈ ക്രീമെല്ലാം നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിൽ സീൽ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് അയേണിംഗ് എന്ന് പറയുന്നത്. അയേണിംഗ് ചെയ്തൊരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ വീണ്ടും ഹെയർ വാഷ് ചെയ്തു. ഇനി നമുക്കൊരു 2-3 ഡേയ്സിന് ശേഷം ഹെയർ നോർമലായിട്ട് വാഷ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനൊരു 2.5 ഇയേഴ്സിന് ശേഷമാണ് വീണ്ടും ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സ്മൂത്തനിങ് ഒക്കെ ചെയ്തതിൻ്റെ ഹെയർ ഭയങ്കര ഡാമേജ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു.